കഥയിലെ നായകന്റെ നീടും ഗോളും ഇത് രണ്ടും ഒന്നാണെന്ന് പല റൈറ്റേഴ്സും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും ഒന്നല്ലെന്ന് മാത്രമല്ല രണ്ടും എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. കൽക്കി ഞാൻ പ്രകാശൻ ഈ രണ്ട് സിനിമകളുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അനാട്ടമി ഓഫ് സ്റ്റോറി പറയുന്നത് പ്രകാരം സിനിമ അവസാനിക്കാൻ നേരം നായകന്റെ ലൈഫ് ഏറ്റവും ബെറ്റർ ആയിരിക്കാൻ അദ്ദേഹം എവിടെയാണോ എത്തിച്ചേരേണ്ടത് അതായിരിക്കണം ഒരു നായകന്റെ നീടെന്ന് പറയുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ നായകന് തന്റെ നീടിനെ പറ്റി യാതൊരു ധാരണയും ഉണ്ടാകരുത്. കൽക്കിയിലെ ഭൈരവയുടെ നീടെന്ന് പറഞ്ഞത് തന്റെ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കോംപ്ലക്സിനെ തകർത്ത് ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുക എന്ന് പറയുന്നതാണ്. എന്നാൽ സിനിമ തുടങ്ങുന്ന സമയത്ത് ഭൈരവയ്ക്ക് ഇതേപ്പറ്റി യാതൊരു ധാരണയില്ല. ഭൈരവയുടെ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു നീഡിന് എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. ഇനി മറ്റൊരു സിനിമയായിട്ടുള്ള ഞാൻ പ്രകാശനിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നീടെന്ന് പറയുന്നത് സ്വന്തം നാടിന്റെയും ജോലിയുടെയും മഹത്വം തിരിച്ചറിഞ്ഞ് ഈ നാട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ സിനിമ തുടങ്ങി അവസാനിക്കുന്ന വരെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഇതിന് വിപരീതമായിട്ടാണ്. ഇവിടെ ഇതിനെ ഏറ്റവും കൂടുതൽ രസകരമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? നായകന്റെ ലൈഫിന് അദ്ദേഹത്തിന് കിട്ടേണ്ട ഏറ്റവും ബെസ്റ്റ് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ നായകൻ തന്നെയായിരിക്കും. അതായത് ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും അധർമ്മവും നീടെന്ന് പറയുന്നത് എപ്പോഴും ധർമ്മവുമായിരിക്കും.